രാവിലെയൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലോ എന്നാ തണുപ്പാന്നേ. ആ തണുപ്പ് വരുമ്പോൾ ആലോചിക്കും മൂടി പുതച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു എന്ന്. ഇതെൻ്റെ മാത്രം കാര്യമല്ല, നിങ്ങളുടെയും കാര്യമാണ്. പല സ്ഥലങ്ങളിലും തണുപ്പ് കൂടിയിട്ടുണ്ട്. വയനാട്ടിലും മുൻ വർഷങ്ങളിലേക്കാൾ കടുത്ത തണുപ്പാണ് ഇത്തവണ അനുഭവപ്പെടുന്നതാണ് പറയുന്നത്. പല ദിവസവും താപനില 11 ഡിഗ്രി വരെ താഴ്ന്നു. കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടെന്ന് കണ്ടാലോ. ധനുമാസ കുളിരെന്നൊന്നും പറഞ്ഞാൽ പോരാ, കൊടും തണുപ്പാണ് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വയനാട്ടിൽ. പല സ്ഥലത്തും 14 ഡിഗ്രി, 13 ഡിഗ്രി, അത് 11ഉം 10ഒക്കെ ആയിട്ട് താണു. ചെമ്പ്ര മലേൻ്റെ ഏതാണ്ട് താഴ്വര ഭാഗത്തുള്ള കുന്നംപറ്റിയാണ് ഞാനും പിള്ള. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് ഡിസംബർ മാസം ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറച്ചും കൂടി കൂടുതലാണ് തണുപ്പ്. മഴ മാറി നല്ല തണുപ്പാണ്. വയനാട്ടിൽ വിനോദസഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് തണുപ്പ് കഴിഞ്ഞ കൊല്ലത്തേക്കാളൊക്കെ? കഴിഞ്ഞ കൊല്ലത്തേക്കാൾ നല്ല തണുപ്പാ. ഞങ്ങൾ താഴെ കോഴിക്കോടാണ്. വയനാട്ടിൽ നല്ല തണുപ്പാ, അടിപൊളി തണുപ്പാ. ഈ തണുപ്പൊക്കെ ആണെങ്കിലും രാവിലെ ജോലിക്ക് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർക്ക് തണുപ്പാന്ന് പറഞ്ഞാൽ കിടന്നുറങ്ങാൻ പറ്റില്ല. നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെയും കൂടെ കാണാം. ഇവിടെ കുറച്ച് ആൾക്കാർ രാവിലെ തന്നെ മരം ലോഡ് ചെയ്യാണ്, തടി ലോഡ് ചെയ്യാണ് ലോറിയിലേക്ക്. തണുപ്പൊന്നും പ്രശ്നമില്ല. രാവിലെ 5 മണിക്ക് തുടങ്ങിയ ജോലിയാണ്. നല്ല തണുപ്പാ. 2-3 ദിവസമായിട്ട് ഭയങ്കര തണുപ്പാ വയനാട്ടിൽ. പണി മുടക്കാൻ പറ്റൂലല്ലോ. പണി പോയ കുടുംബം പട്ടിണിയാവൂലേ, അല്ല അത് വിചാരിച്ചു വരിക. എത്ര മണിക്ക് വന്ന്? ഞങ്ങൾ 6 മണിയാകുമ്പോൾ വരും. തണുപ്പ് അടിപൊളിയല്ലേ. ഇപ്പോൾ ഒരു കുറച്ച് ദിവസമായിട്ട് നല്ല തണുപ്പാണ് ഇവിടെ. ശരിക്ക് എന്താ പറയാ, കുറെ കാലത്തിന് ശേഷം പോകുന്നുണ്ട് ഇങ്ങനെ തണുപ്പ് ഇവിടെ വരുന്നത്. അല്ല, ബാക്കി സ്ഥലത്തൊക്കെ എല്ലാവരും കോട്ടിട്ട് തീകാഞ്ഞൊക്കെ അടക്കം. നിങ്ങളെ പണിക്കാൻ പറ്റൂലല്ലോ. നമ്മളെ പണിക്കാൻ പറ്റൂല, നമ്മൾ തടി പിടിച്ചേ പറ്റുള്ളൂ. ഇവിടെ കുന്നംപറ്റ ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ രാവിലെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ഈ ഫിറ്റ്നസ് എല്ലാവരും നോക്കുന്ന കാലമാണ്. അതുകൊണ്ട് കളിയും ജിമ്മൊന്നും തണുപ്പായാലും മുടക്കാൻ പറ്റൂല. കളി എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. തണുപ്പ് എങ്ങനെയുണ്ട്? തണുപ്പ് അത്യാവശ്യം തണുപ്പുണ്ട്. എന്താണ് സ്ഥിതി? നല്ല സ്ഥിതി. മുഖമൊക്കെ മൂടിയുണ്ടല്ലോ. വളരെ നല്ല തണുപ്പാണ്. നല്ല തണുപ്പാണെങ്കിലും കുറച്ച് ദിവസമായിട്ട് കടുവയും പുലിയൊക്കെ ആയിട്ട് ഞങ്ങളും ദിവസവും രാവിലെ 5 മണിക്ക് ജോലിക്ക് ഇറങ്ങുന്നുണ്ട്. എവിടെങ്കിലൊക്കെ ഇതുപോലെ തീകായം കിട്ടിയാൽ ഒരു സമാധാനം. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.